السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله السلام وبركاته. ورحمة الله وبركاته. ഓക്കെ. മാഷാ അല്ലാ, മാഷാ അല്ലാ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖാണ്. ഇൻസിയാന്റെ അസുഖം മാറിയോ? മാറി. ഓക്കെ. എനിക്കിന്ന് വലിയ സന്തോഷമുണ്ട്. ഞാന് ഒരു 1-2 ദിവസമായിട്ട് ഒരാളതിൽ ഇങ്ങനെ കാണാതെ നല്ല വിഷമത്തിലായിരുന്നു. അങ്ങനെ ഇന്നലെ ഞാൻ അയാൾക്ക് വിളിച്ചു, അയാളോട് സംസാരിച്ചു. അയാള് നെയ്ച്ചോറും ഇതൊക്കെ തിന്നിട്ട് ഇരിക്കായിരുന്നു എന്നാ പറഞ്ഞേ. എന്നിട്ട് മൂപ്പർ എന്നോട് എന്ത് ചെയ്തിക്കട, മൂപ്പരെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അതെനിക്ക് വലിയ സന്തോഷം ഉണ്ടായി. ആരാന്ന് പറയാൻ പറ്റുമോ? ആരാ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമല്ലേ? ഇല്ല? ആരാണ്? എന്നാ അയാൾ തന്നെ പറയും. അയാളെ പേര് പറഞ്ഞാ മതി. പറഞ്ഞോ? അബ്ദുറഹീം. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഞാൻ ഇന്നലെ അബ്ദുറഹീമിനെ വിളിച്ചപ്പോ അബ്ദുറഹീം നല്ല നെയ്ച്ചോറൊക്കെ തിന്നിങ്ങനെ ഇരിക്കാണ്. ഞാൻ 2 ദിവസമായിട്ട് ഓനെ കാണാതെ ആകെ വിഷമിച്ചിരിക്കുന്നു. അപ്പോഴാണ് നെയ്ച്ചോറൊക്കെ തിന്നിരിക്കാനാണ്. ഞമ്മക്ക് തരാതെ തിന്നിക്കണേ. ഇനി വിളിക്കാന്ന് പറഞ്ഞോ? ഇല്ല, ഇനി വിളിക്കുമല്ലോ അല്ലേ? ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. ഓക്കെ. അപ്പൊ എന്നാലേ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയണത്. ഈ ഒരു കാര്യത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? പ്രത്യേകത അറിയോ? നമുക്ക് കുറേ കൂലി കിട്ടും. എന്നാൽ നമുക്ക് വലിയ പണിയൊന്നുമില്ല. നിസ്കരിക്കാന്നൊക്കെ പറയുമ്പോ എന്ത് ചെയ്യണം? പോയി ഒതു എടുത്ത് വന്ന് അല്ലാഹു അക്ബർ പറഞ്ഞ് പിന്നെ റുക്കൂലേക്ക് പോയി കുറെ പണി. എന്നാൽ ഈ കാര്യത്തിൽ ഒരു പ്രശ്നമല്ല, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അതാണ് പറയാൻ പോണത്. അതായത് നമ്മളെ ജീവിതത്തില് ചില കാര്യങ്ങളുണ്ട്, ചില പ്രാർത്ഥനകൾ, ദിക്റുകൾ. ഇതൊക്കെ എന്താ വെച്ചാൽ ഒരുപാട് കൂലി കിട്ടണ കാര്യമാണ്. ഒരുപാട് കൂലി കിട്ടും. എത്രയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ അന്തം വിട്ടുപോകും. അത്രയും പ്രതിഫലമുണ്ട്. കുറേ പ്രതിഫലം കിട്ടുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ? ശ്രദ്ധിക്കണ്ടല്ലേ? നമുക്ക് അറിയണ ദിക്റുകളൊക്കെ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് അറിയണ ദിക്റുകളൊക്കെ ഒന്ന് പറഞ്ഞാണേ. എന്തൊക്കെ ദിക്റുകൾ നമ്മൾ ചൊല്ലുക, അല്ലെങ്കിൽ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുക? അറിയില്ല, ഒന്നും അറിയില്ലേ? ഉറക്കെ പറയും, എനിക്ക് കേൾക്കണ. എല്ലാരും കൂടി പറഞ്ഞിട്ട് കേൾക്കണം. എന്താണ് ആ ദിക്റ്? വമ്പ ദിക്റാണ്. പിന്നെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇതൊക്കെ നമുക്ക് അറിയാലോ അല്ലേ? എന്നാല് നമ്മൾ ഇന്ന് ചെറിയ കുറച്ച് ദിക്റുകൾ പറഞ്ഞു തരാം. ചെറിയ കുറച്ച് ദിക്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്കെല്ലാവർക്കും അറിയണേണ്, നമുക്ക് അറിയണ കാര്യമാണ്. പക്ഷേ നമ്മളത് ചൊല്ലുമ്പോ നമുക്ക് ഒരുപാട് പ്രതിഫലം കിട്ടും. ഒരു കഥ ഞാൻ പറഞ്ഞാൽ, ആദ്യം ഒരു കഥ പറയാട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നാ മാത്രം പറയട്ടെ. എന്നാ കേട്ടോളിയേ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും കൂടി ഒരു വഴിയിലൂടെ ഇങ്ങനെ പോകണം. അങ്ങനെ പോയി ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവരൊരു മരം കണ്ടു. അങ്ങനെ അവർ ആ മരത്തിന്റെ അടുത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരത്തിന്റെ അടുത്തിരുന്നു. പിന്നെ നബി ഇങ്ങനെ നോക്കുമ്പോൾ ആ മരം എന്നൊക്കെ പറയുന്നത് ആകെ ഉണങ്ങിയിട്ടുണ്ട്. അതിന്റെ ഇലകളൊക്കെ ഇങ്ങനെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വടി ഉണ്ടായിരുന്നു. നബി ഇങ്ങനെ ഇടക്കൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നടക്കണ ഒരു വടി ഉണ്ട്.
ആ വടി എടുത്തിട്ട് ആ ഒരു മരത്തിന്റെ മുകളിലേക്ക് ഒരൊറ്റ അടിയ. അപ്പൊ എന്താ ഉണ്ടാകുക? മരം നല്ലതാവും. മരം നല്ലതാകും. പിന്നെ വേറെന്താ ഉണ്ടാകുക? ഇല കൊഴിയും. ഇല കൊഴിയും. ഉണങ്ങിയതല്ലേ? ഉണങ്ങിയ മരല്ലേ? ഉണങ്ങിയ ഇലകളല്ലേ? നമ്മൾ ഉണങ്ങിയ ഇലകളിൽ പോയിട്ട് കുലിക്കിയാൽ എന്താ ഉണ്ടാകുക? എല്ലാം കൂടി തലേക്ക് അതിങ്ങനെ വീണോണ്ടിരിക്കും. അപ്പൊ ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരത്തിന്റെ ചില്ലയിൽ പോയിട്ട് അടിന്റെ അടിച്ചപ്പോ എന്ത് ചെയ്തു? അതിന്റെ ഇലകൾ ഇങ്ങനെ വീണു. അപ്പൊ സ്വഹാബിമാർ ഇങ്ങനെ നോക്കേ, എന്താ നബി ഇങ്ങനെ ചെയ്യണേ? എന്താ ഇതിലുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ഇങ്ങനെ ചെയ്തിക്കണേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയണം. എന്താ പറയണേ അറിയോ? ദാ ഇതേപോലെ നിങ്ങൾ കണ്ടോ? ഈ മരത്തിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇല വീഴുന്നത് കണ്ടോ? പറഞ്ഞോ? മനസ്സിലാവുണ്ടോ? മരത്തിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇല വീഴുന്നത് കണ്ടില്ലേ? ആ കണ്ടു. എന്നാൽ ഇതുപോലെ നിങ്ങളുടെ പാപങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്താ വേണ്ടതെന്നറിയോ? എന്താ വേണ്ടതെന്നറിയോ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഈ 4 കാര്യങ്ങൾ പറയണം. ഏതൊക്കെയാ പറയാ? ഒന്നുകൂടി പറയും. സുബ്ഹാനല്ലാഹ്. ഇതെല്ലാരും ഒന്ന് പറയും. സുബ്ഹാനല്ലാഹ്. പറയും, ഉറക്കെ പറയും. സുബ്ഹാനല്ലാഹ്. ഓക്കെ. ഞാൻ ഇതില് ചില ആൾക്കാർ ഒരു മിനിറ്റ് കേട്ടോ. ചില ആൾക്കാർ ക്യാമറ ഓൺ ആക്കണില്ല. ഞാൻ ഇങ്ങനെ നോക്കട്ടെ ആരൊക്കെ. ഫാത്തിമ നഫ്ല, മുഹമ്മദ് അർഫാൻ, ഐമൻ മഹദി. എല്ലാരും ക്യാമറ ഓൺ ആക്കണം. ക്യാമറ ഓൺ ആക്കൽ നിർബന്ധാണ്. മുഹമ്മദ് അർഫാൻ വരെ വന്നു. ഓക്കെ. അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരാള് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. നേരെ കേട്ടോ. മറ്റൊരു ഇതിൽ പറയാണ് നബി, ഒരാൾ ഒറ്റ തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് 20 പ്രതിഫലം കിട്ടും. എത്ര? 20 എന്നാണ് എത്ര? 20 പ്രതിഫലം. അപ്പൊ നമ്മൾ നോക്ക്, സുബ്ഹാനല്ലാഹ് വേം പറയും. അപ്പൊ എത്ര? 40 അല്ല 40. സുബ്ഹാനല്ലാഹ്. അപ്പൊ എത്ര? 60. സുബ്ഹാനല്ലാഹ്. എത്ര? 80. ഒരു തവണയും കൂടി പറയാട്ടോ. സുബ്ഹാനല്ലാഹ്. എത്ര? 100. പടച്ച റബ്ബേ, നമ്മൾ നോക്ക്, ആകെ 5 സെക്കൻഡ് മതി. സുബ്ഹാനല്ലാഹ്. എനിക്കിപ്പോ എത്രയായി? 200 ആയി. 5 സെക്കൻഡ് പറഞ്ഞപ്പോഴേക്ക് കിട്ടി. ഇതേപോലെ അൽഹംദുലില്ലാഹ് വലിയ പ്രതിഫലമുണ്ട് അല്ലേ? അൽഹംദുലില്ലാഹ് ഉണ്ട്. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിങ്ങനെ ഒന്ന് പറഞ്ഞാല് നമുക്ക് എത്ര പ്രതിഫലം കിട്ടും? ഒന്നുകൂടി നോക്കല്ലേ? നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പിടിക്കണം കേട്ടോ. കൈ ഇങ്ങനെ പിടിക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. പറയണേ ഇത് കിട്ടുള്ളൂ. അല്ല വെറുതെ കൈ ഇങ്ങനെ ആക്കിയോണ്ട് കാര്യമില്ല. ഒന്നുകൂടി. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. അടച്ച റബ്ബേ, നമ്മള് 4 തവണ പറഞ്ഞപ്പോഴേക്ക് ഇവിടെ 80 ആയി. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ 100 ഉണ്ട്. അപ്പൊ 100 പ്ലസ് 80. ഓ, അതിന്റെ ഇടയിൽ നമ്മൾ വേറെയും പറഞ്ഞു. വെറുതെ കിട്ടണ കൂലി. നമ്മൾ വേറെ എന്തെങ്കിലും പാട്ടൊക്കെ പാടിയിരുന്നേനെ കിട്ടുമത്? റീലിൽ കുറെ പാട്ട് കേട്ടോ, തൂക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ കേട്ടോ അല്ലെ? ഇത് ചൊല്ലിയിരുന്നതിനാൽ കൂലി കിട്ടുമോ?
ഇല്ല. പക്ഷെ നമ്മളിത് ഈ ദിക്റുകൾ ചൊല്ലിയാലോ കൂലി കിട്ടി. അപ്പൊ ഏതൊക്കെയാണ് ദിക്ർ? ഒന്നും കൂടി വേഗം പറയും. ആ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓക്കെ. എന്നാൽ ഇനി ഓക്കെ, നമ്മളെ ക്ലാസ്സിൽ ഞാൻ തൽക്കാലം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ചൊല്ലിപ്പിക്കാൻ വേണ്ടി ഒരു ടീച്ചർ ഏൽപ്പിക്കണം. ഇവിടെ ഒരു ടീച്ചറും ഒരു ഉസ്താദൊക്കെ ഉണ്ടാവും. ഒരു ടീച്ചറും ഉണ്ട്, ഒരു ഉസ്താദും ഉണ്ട്. ഒരു നമുക്ക് ചൊല്ലിത്തരും. ഓക്കെ, ചൊല്ലിത്തരും. ഓക്കെ, റെഡി 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 അല്ലേ? റെഡി. എന്നാ നമുക്ക് ഇന്ന് നമ്മളെ ഈ ദിക്ർ ചൊല്ലിത്തരാൻ വേണ്ടി ബഹുമാനയായ ടീച്ചർ നഷ്വ സൈനബിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നഷ്വ ടീച്ചറെ ഒന്ന് പറഞ്ഞു തരുമോ ഞങ്ങൾക്ക്? ആ ഓർക്കെ മൈക്ക് ഓൺ ആക്കിയിട്ട് പറഞ്ഞു തന്നെ. ആ എല്ലാരും ചൊല്ലി ടീച്ചർ ചൊല്ലി തരുന്നുണ്ട്. ആ പിന്നെ അടുത്തത് എനിക്ക് ടീച്ചർ പറയട്ടെ. ടീച്ചർ നമുക്ക് പറഞ്ഞുതരും. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. ടീച്ചറെ അൽഹംദുലില്ലാ. എല്ലാരും പറയും. അൽഹംദുലില്ലാ. ഓക്കെ, അടുത്തത് എനിക്ക് ടീച്ചർ പറയട്ടോടൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. അപ്പോ ടീച്ചർക്ക് എല്ലാരും ഒരു കയ്യൊടി കൊടുത്തേ. നമ്മുടെ നഷ്വ ടീച്ചർക്ക് ഒരു കയ്യൊടി കൊടുത്തേ എല്ലാരും. ഉഷാർ. എന്നാ നമുക്ക് അടുത്തതാരാണ്? നമ്മളൊരു ഉസ്താദ് നമുക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഉസ്താദിന്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉസ്താദ് ബിലാൽ ഉസ്താദേ. ബിലാൽ ഉസ്താദിന്റെ മൈക്കോണല്ലോ. ആ ബിലാൽ ഉസ്താദ് പറ. സുബ്ഹാനല്ലാഹ്. ആ പിന്നെ അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓക്കെ, ഗുഡ്. അടിപൊളി. എല്ലാരും ഉസ്താദിന്റെ ഒരു കയ്യടി എടുത്തേ. റെഡി. അപ്പോ നമുക്ക് ഒരു ടീച്ചറേയും കിട്ടി, ഒരു ഉസ്താദിനെയും കിട്ടി. ഇനി കുറച്ച് കഴിഞ്ഞാൽ വേറൊരു ടീച്ചറും വേറെ ഉസ്താദും വരും കേട്ടോ. ഇത് കഴിഞ്ഞാൽ വേറൊരു ടീച്ചറും വേറെ അങ്ങനെ മാറി വരും. ഓക്കെ, അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചിരുന്നോളി. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് 4 പിന്നെ ദിക്റുകളാണ്. അതിനൊക്കെ എന്ത് ചെയ്യും? ഒരു തവണ ചൊല്ലിയാൽ തന്നെ എത്ര കിട്ടും? 20 അല്ലേ? ഓക്കെ, ഞാൻ ഒരു 400 പ്രതിഫലം വാങ്ങാൻ വേണ്ടി 400 പ്രതിഫലം വാങ്ങാൻ തീരുമാനിച്ചു. 400 എനിക്ക് പ്രതിഫലം കിട്ടണം. എന്താ ചെയ്യണ്ടേ? എന്താ വേണ്ടേ? വേഗം പറയും. 400 എണ്ണം കിട്ടണമെങ്കിൽ എന്ത് വേണം? എത്ര വട്ടം ചൊല്ലണം? 35 വട്ടക്ക് വേണോ? 20 പ്രാവശ്യം 5 പ്രാവശ്യം ചൊല്ലണം. എന്നാ ഞാൻ എണ്ണ കേട്ടോ. അങ്ങോട്ട് എണ്ണീട്ട് നിങ്ങൾ ഇങ്ങനെ എണ്ണീട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പിന്നെ കണക്ക് അറിയോ നോക്കട്ടെ. ഞാൻ അങ്ങനെ ചൊല്ലും. അപ്പൊ നിങ്ങൾ പറയണം 400 എനിക്ക് കിട്ടണ വരെ നിങ്ങൾ പറയണം. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? സുബ്ഹാനല്ലാഹ്. എത്ര? 20. അൽഹംദുലില്ലാഹ്. 40. അപ്പൊ എത്രയായി? 40 ആയി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. 60 ആയി. അല്ലാഹു അക്ബർ. 80. നോക്കടോ, വീട് പറയണം. സുബ്ഹാനല്ലാഹ്. 100. അൽഹംദുലില്ലാഹ്. 120. ലാ ഇലാഹ ഇല്ലല്ലാഹ്. 140. അല്ലാഹു അക്ബർ. 160. സുബ്ഹാനല്ലാഹ്. 180. അൽഹംദുലില്ലാഹ്.
ഇരുന്നൂറ്റി നാപ്പത് 200 ആ, പറയട്ടെ അൽഹംദുലില്ലാ പറയട്ടെ സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. 220. അപ്പൊ എത്രയായി? 220 കണ്ടോ എത്ര പെട്ടെന്നാ എനിക്ക് പ്രതിഫലം കിട്ടണം. ഞാൻ ഇനി വേഗം ചൊല്ലിപ്പോകട്ടോ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. 400. അല്ലാഹ് 400 പ്രതിഫലം കിട്ടും. അപ്പോ നിങ്ങളും പ്രതിഫലം വാങ്ങുക. ഓക്കെ, എന്നാൽ ഇനി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇത് കേട്ടോളിയേ. ഇത് എപ്പോഴും നമ്മൾ ചൊല്ലേണ്ട സമയം കൂടി പറഞ്ഞുതരാം. ഇത് എപ്പോഴും നമുക്ക് ചൊല്ലാം. എന്നാൽ ചില സമയമുണ്ട്. ഇപ്പൊ നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്താ ചില ആൾക്കാർ ചെയ്യാന്നറിയോ? നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാല് ഇതാ നോക്കിക്കോട്ടെ, ചില ആൾക്കാരെ നിസ്കാരാണേ ഓരെന്ത് ചെയ്യുന്നറിയോ? അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും മജായ. അങ്ങനത്തെ കുറച്ച് മനുഷ്യന്മാരുണ്ട് അല്ലേ? അങ്ങനെ സാലാം വിട്ട് അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും ഉമ്മ ചായ. ഇതെന്താ? അതാ ദിക്റ് ഉമ്മ ചായ. ഉമ്മ ചോറായോ? ഉമ്മ ഞാൻ കളിച്ചാൻ പോട്ടെ. ഇതാണോ ഇത് ദിക്റാണോ? ചായ 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 ചായ. 20 പ്രതിഫലം. ചായ 20 പ്രതിഫലം. ഉണ്ടോ? ഉണ്ടല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നിസ്കാരം കഴിഞ്ഞാല് പിന്നെ നമ്മൾ എന്തോയോലും ചെല്ലണം. എന്താന്നറിയോ? സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. അപ്പൊ എത്രയായി? 33 തവണ. എത്ര? 33. എത്ര? 33. ഓക്കെ. പിന്നെ പറയണത് അറിയോ? അൽഹംദുലില്ലാ 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 അൽഹംദുലില്ലാ. അത് 33. പിന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എത്ര? 33 തവണ ഇതൊക്കെ പറയണം. മനസ്സിലായോ? അപ്പൊ അത് മറക്കരുത്. അപ്പൊ അത് ചൊല്ലിക്കഴിഞ്ഞാല് അള്ളാഹ് ഒരുപാട് പ്രതിഫലം നമുക്ക് തരും. ഓക്കെ, റെഡി 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 റെഡി. അന്ന് ഇനി ഒരു കാര്യം ചെയ്യണേ. എല്ലാരും പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വരും. ഓടി വരും. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കൊണ്ടുവരണം. നമ്മളെന്നൊരു കാര്യം പറയണം. വേഗം പോയിട്ട് എന്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വരടോ. ഏതാ? ഐവൻ ഐവൻ നോക്കി നോക്കി കേട്ടോ, വീഴല്ലേ? ഓക്കെ, ഗുഡ്. ഓക്കെ, റെഡി. നമ്മൾ നോക്കട്ടോ. അന്ന് ഒരു മാജിക് പറയാണ്. മാജിക് പറയണം. ഒരു മാജിക് ആണ്. വെള്ളം കുടിച്ചുകൊണ്ട് കൂലി നേടാം. ടൺ ടടേൻ. മാജിക്കിന്റെ പേരാണത്. വെള്ളം കുടിച്ചുകൊണ്ട് കൂലി നേടാം. പറയല് കോളാക്കിയപ്പോഴേക്ക് എന്തോ നിങ്ങൾ ഇങ്ങനെ കോളാക്കാൻ പാടില്ല. നോക്കിക്കോളി. എല്ലാരും കൂടുന്നോ? എല്ലാരും കൂടുന്നോ? വെള്ളം റെഡി? എല്ലാരും റെഡി? എല്ലാരും റെഡി? ഓക്കെ, എന്നാ വെള്ളം കൂടുന്നോ? എല്ലാരും കൂടുന്നോ? കാണുമ്പോ തന്നെ അടച്ചറബ. എന്റെ അടുത്ത് ആകെ ഇത്തിരിയേ വെള്ളമുള്ളൂ. നോക്കിയൊക്കെ പാവം ഞാൻ. ആയിക്കൂടിയ കുറച്ച് വെള്ളം ഒഴിക്കത്. എല്ലാരും ഒന്ന് കുറച്ച് വെള്ളം അത് കഴിച്ചാൽ ഒഴിക്കടോ. അപ്പൊ നിങ്ങളെ അമ്മങ്ങളെ തലമ്മ കൂടി വെള്ളം ഒഴിക്കാൻ പിന്നെ അല്ലേ? എന്നാലേ നോക്കിക്കോളി. നമ്മൾ എന്താണെന്ന് പറയാൻ പോണ വലിയൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മള് സുബ്ഹാനല്ലാഹ് പഠിച്ചു. പിന്നെന്താ പഠിച്ച? അതാ മാറുന്നല്ലോ അപ്പോഴേക്ക്. സുബ്ഹാനല്ലാഹ്, പിന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇനി നമ്മൾ എന്താ ചെയ്യണേ അറിയോ? ഇനി നമ്മൾ ചെയ്യണ കേട്ടോളേ. നമ്മളിപ്പോ നമ്മുടെ മുന്നിൽ വെള്ളമൊക്കെ കൊണ്ടുവന്നു. നമ്മള് ഒരു കാര്യം ചെയ്യാം. കുറച്ച് ബിരിയാണിയും കൂടി കഴിച്ചാലോ? ബിരിയാണി വേണോ? ബിരിയാണി വേണോ? വേണ്ടേ? പ്ലേറ്റ് പിടിച്ചാണ്. എല്ലാവരും പ്ലേറ്റ് പിടിക്കുക. പ്ലേറ്റ് പിടിക്കുക. ഓരോരുത്തർ എടോ മുന്നിൽ വെക്ക്. വേഗം വെക്ക്. എന്നാ വേഗം 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 വേഗം.
വെച്ചോ? റെഡി? ഓക്കെ, എന്നാ ഞാൻ അടുത്തത് നല്ല ചിക്കൻ ബിരിയാണി തരുന്നുണ്ടേ. ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി വേണ്ടാത്തവരുണ്ടെങ്കിൽ, മന്തി വേണ്ടവരുണ്ടെങ്കിൽ മന്തി പറയാം കേട്ടോ. മന്തി മന്തി. ഓക്കെ, എന്നാ അൽഫാം മന്തിയാണ് വിളമ്പണത്. എല്ലാരും കൈ ലൈറ്റ് നേരെ പിടിച്ചാ, നേരെ പിടിക്കാം. എല്ലാവരും നേരെ പിടിക്കും, നേരെ പിടിക്കും. ഓരോരുത്തർ കിട്ടും. വീടോ ആയിക്കൂടെ, നേരെ വീടോടോ, പിടിക്കടോ. അതാ അല്ല അയ്മന് ശരിക്കും പ്ലേറ്റ് കൊണ്ടൊക്കെ വന്നിക്കണല്ലോ. ഓക്കെ, എന്നാ ശരി. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി കിട്ടാത്തവരാരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും കിട്ടിയില്ലേ? എല്ലാവർക്കും കിട്ടി. ഓ ഇപ്പൊ കഴിക്കല്ലേ. സോസ് വേണ്ടേടോ? മയോണൈസ് വേണ്ടേ? ചിക്കൻ പീസ് വേണോ? രണ്ടെണ്ണം വേണോ? ആ എന്നാല് ചിക്കൻ ആർക്കൊക്കെ വേണം? അൽഫാം ചിക്കൻ. കിട്ടിയോ? എല്ലാവരും കിട്ടിയോ? എല്ലാവരും കിട്ടി. ആ ഓക്കെ, എന്നാ ഇനി അടുത്തത് മയണീസ്. ആ അതും കിട്ടി. നമുക്ക് തുടങ്ങല്ലേ? തുടങ്ങണീന്റെ മുമ്പ് ഒരു കാര്യം റബ്ബേ, ആദ്യം എന്താ വേണ്ടതെന്ന് പറയാം. ഇത് നോക്കിക്കോടി, ഇത് നിങ്ങൾ വീഡിയോ ചെയ്യേണ്ട കാര്യമാണ്. ആദ്യം നമുക്ക് ഇതൊക്കെ കിട്ടി. ചില ആൾക്കാർ എന്താ ചെയ്യാന്നറിയോ? നേരെ ശ്രദ്ധിച്ചോട്ടോ. ചില ആൾക്കാർ എന്നിട്ട് കാണുമ്പോഴേക്ക് പടച്ചോനെ മന്തിയാണല്ലോ ഇത് ബിരിയാണി ആണല്ലോ, അടിച്ചു വിടാൻ തുടങ്ങും. അങ്ങനെ പറ്റൂല. നമ്മൾ അങ്ങനെ അടിച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഒരാളിരുന്നിട്ട് ഞാനും കൊണ്ടിട്ടോ എന്റെ കൂടെ തിന്നും. ആരാ? ചെയ്ത്താന് അല്ലേ? ഒരു മിനിറ്റ്. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല്, ആദ്യം ചെയ്യേണ്ട കാര്യം പോയിട്ട് കൈ കഴുകണം. അപ്പൊ കൈ കഴുകുമ്പോ ശ്രദ്ധിക്കുക. ചില ആൾക്കാർ എന്താ ചെയ്യാന്നറിയോ? അവിടെ തുറക്കുക, ഇങ്ങനെ അടക്കും. അങ്ങനെയല്ല, കൈ കഴുകുക എന്ന് പറഞ്ഞാൽ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ ആക്കി കഴുകണം. ഓക്കെ, എന്നാ വേഗം പോയിട്ട് കഴുകിയ ഇങ്ങനെ ആക്കിയിട്ട് കഴുകണം. രണ്ട് കൈയായിട്ട് വേഗം കഴുകിയ ഓടി വരും. സമയമില്ല, ഫുഡ് കഴിക്കണ്ടേടോ. വലിയ മനുഷ്യനെ. എന്താണ് ബിരിയാണി മാറ്റി തരൂല, മന്തി തന്നെയോട് തരുക. ഓക്കെ, ഇത് കഴിയട്ടെ, നമുക്ക് സംശയം തീർക്കാം ഇൻഷാ അല്ലാ. ഫുട്ബോൾ ഭക്ഷണത്തിന്റെ അടിയിലെ ക്യാരം ബോർഡ് കളിച്ചണേ. നമ്മളിവിടെ മന്തി വിളമ്പിരിക്കുക. കൈ കഴുകിയില്ലേ? കൈ കഴുകിയാല് നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടെന്ന് അറിയോ? ആദ്യം ചെയ്യേണ്ട കാര്യം അല്ലല്ല, ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഉമ്മാക്കുണ്ടോ, വാപ്പാക്കുണ്ടോ, അനിയനുണ്ടോ, എല്ലാവർക്കും ഉണ്ടോ? അല്ലാതെ എന്റെ പ്ലേറ്റിൽ എനിക്ക് എന്താ കുറവാണ്, എനിക്ക് ചിക്കന്റെ അതന്നെ വേണം, എനിക്ക് കാല് വേണം, കോഴി വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. നമ്മുടെ മറ്റുള്ളവർക്കുണ്ടോ നോക്കണം. വേണോ വേണ്ടേ? നമ്മളെ ഉമ്മ കഴിക്കണ്ടേ, നമ്മളെ വാപ്പ കഴിക്കണ്ടേ, നമ്മളെ കാക്കാക്ക് വേണ്ടേ, നമ്മളെ അനിയന് വേണ്ടേ, എല്ലാവർക്കും. അപ്പൊ ആദ്യം വേണ്ടത് ഓരോ ഇനിയാണ് നമ്മൾ തിന്നാൻ പോണെ. നോക്കിയാ അപ്പൊ ഉമ്മാക്കുണ്ട് അൽഹംദുലില്ലാ, അപ്പാക്കുണ്ട് അൽഹംദുലില്ലാ, കാക്കാക്കുണ്ട്, അനിയനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമ്മൾ തുടങ്ങാട്ടോ. അല്ലെങ്കിൽ വിശന്നിട്ട് വയ്യ, ഞാൻ കൈയൊക്കെ കഴുകിയിരിക്കട്ടെ. റെഡിയാണേ? നമ്മളിത് തിന്നാൻ പോകാട്ടോ. നമ്മൾ തിന്നാൻ പോകാണേ. മന്തി ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ചിക്കൻ ബിരിയാണി ഉണ്ട്. മന്തി ഇഷ്ടമില്ലാത്തവർക്ക് ചിക്കൻ ബിരിയാണി തരും. അത് വേഗം തന്നെ പറയണട്ടോ. മന്തി ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇതാ അബ്ദുൽഹാദി ഇല്ലാന്ന് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, അബ്ദുൽഹാദിക്ക് അതാ ചിക്കൻ ബിരിയാണി എടുത്താണ്. ആ ചിക്കൻ ബിരിയാണി കൈ വെക്ക്. റെഡി അബ്ദുൽഹാദി. ഓക്കെ എന്നാ ചിക്കൻ ബിരിയാണി ഉണ്ടേ. ചിക്കൻ ബിരിയാണി ഓക്കെ കിട്ടി. തുടങ്ങാട്ടോ. നമ്മളിപ്പോ ഇങ്ങനെ തിന്നാൻ വേണ്ടി പോകുമ്പോ നേരെ നോക്കിക്കോ. നമ്മൾ തിന്നാൻ പോകുമ്പോ നമ്മളെ അടുത്ത് ഒരാൾ വന്നിങ്ങനെ നിക്കണുണ്ട്. എടാ ബിസ്മി ചൊല്ലാതെ വേഗം തിന്നടാ. ബിസ്മി ചൊല്ലാതെ തിന്നോ, എനിക്കും തിന്നോ എന്ന് പറഞ്ഞിട്ട് നിക്കാണ് ചെയ്ത്താന്. അപ്പൊ നമ്മളെന്താ ചെയ്യണ്ടേ? ചെയ്ത്താനെ അവിടുന്ന്. ഞാനിത് അവിടുന്ന് ബിസ്മില്ല പറഞ്ഞാല് ഇത് ഇവിടുന്ന് ഓടും. നമ്മളെന്ത് ചെയ്യാണ്? നിങ്ങളിന്റെ മുമ്പ് പറയണേ ബിസ്മില്ല. ഇല്ല പറഞ്ഞോ? ഇത് നമ്മള് പറഞ്ഞാലുണ്ടല്ലോ ശൈത്താനോ എന്നോട് അറ്റ പോക്കാം. പിന്നെ ഓൻ ആകെ കാര്യം പടച്ചോനെ എനിക്കത് ഭക്ഷണമല്ല ഒന്നുമില്ല അറിയും. നമ്മള് ബിസ്മി ചൊല്ലാതെ തിന്നതിനാലോ നമ്മള് രണ്ടാള് സെറ്റാട്ടോ. അജ് തിന്നുമ്പോ ഞാനും തിന്നണുണ്ടേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇവിടെ ഒന്ന് തിന്നും.
മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് വേണ്ടത് എന്താണ്? എന്താ ഫസ്റ്റ് വേണ്ടേ? ബിസ്മി ചൊല്ലണം. ഓക്കെ, റെഡി? ആരോ അവിടെ വർത്താനം പറയണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോ വർത്താനം പറയുന്ന തൊണ്ടിയിൽ കുടുങ്ങും ചങ്ങായിയെ, പിന്നെ കൊക്കൊക്കൊക്കൊന്ന് നിൽക്കേണ്ടി വരും അല്ലേ? ആ, അപ്പൊ എന്നാ ശ്രദ്ധിച്ചോളിയേ. നമ്മളിതാ ബിസ്മി ചൊല്ലി ഇങ്ങനെ കഴിക്കുകയാണേ. നല്ല രസമുണ്ട് കേട്ടോ. വേണേ തിന്നോളി മക്കളെ, തിന്നോളി, വയറ് നിറച്ച് തിന്നോളി. ബാക്കിർ നല്ല രസല്ലേ? മുഹമ്മദ് ബാക്കിർ രസല്ലേ? ഓക്കെ അല്ലേ? ആ, എല്ലാരും രസമില്ലാത്തവർക്ക് രസവും തരും, സാമ്പാറും തരും. രസവും സാമ്പാറും എന്നാലേ എനിക്കത് തിന്നിട്ട് ഭയങ്കരമായിട്ട് പിന്നെ തൊണ്ടയിൽ കുടുങ്ങിയിട്ട് കുറച്ച് വെള്ളം കുടിക്കട്ടെ. അപ്പൊ ഒരു കാര്യം, വെള്ളം ഏത് കൈയോടെ കുടിക്കുക അത് പറയും. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആ വലത്തെ കൈ കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? വെള്ളം കുടിക്കണം. ചില ആൾക്കാർ കാണാ വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കും, ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കും. ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കാരാന്നറിയോ? ആരാണ് അല്ലേ? അപ്പൊ നമ്മൾ ഏത് കൈ കൊണ്ടാ വെള്ളം കുടിക്കണ്ടേ? എന്ന് തുടങ്ങിക്കോളി. കുറച്ച് വെള്ളം കുടിച്ചിട്ട് ദാഹിച്ചിട്ട് വയ്യ. ബിസ്മില്ലാ ബിസ്മില്ലാ പറയട്ടെ. കുടിക്കടോ. കുടിച്ചോ? എല്ലാരും കുടിച്ചോ? കുടിച്ചില്ലേ? ഓക്കെ. വയറൊക്കെ ഫുള്ളായാലോ? അപ്പൊ എന്താ പറയണ്ടേ? നമ്മള് നിർത്തല്ലേ, ഭക്ഷണമൊക്കെ കഴിച്ചു ഫുള്ളായി. ആ, അവിടെ അല്ലേ, ഒരു കാര്യണ്ട്. ആരൊക്കെ ഒന്ന് രണ്ടാൾക്കാര് ഭക്ഷണം ബാക്കി വെച്ചിട്ടുണ്ടല്ലോ. ആരൊക്കെ നേരെ നോക്കി കാണി. ആരുടെയെങ്കിലും പ്ലേറ്റിൽ ഭക്ഷണം ബാക്കിയുണ്ടോ? ബാക്കിയുണ്ടോ? ഇല്ലല്ലോ. ആരെ പ്ലേറ്റിലില്ലല്ലോ. ഉണ്ടാൻ പാടില്ല, ഭക്ഷണം ബാക്കിക്കാൻ പാടില്ല. ഭക്ഷണം ബാക്കിക്കാന്നുള്ളതേ ഞങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഭക്ഷണം അല്ലാതെ കഷ്ടപ്പെടുന്ന എത്ര മനുഷ്യന്മാരുണ്ട് വെച്ചിട്ടാ. ഒരുപാട് പ്രയാസപ്പെടുന്ന മനുഷ്യന്മാരുണ്ട്. നിങ്ങൾക്ക് കാണോ? വീഡിയോ ആണോ? ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ അതിന്റെ ഒരു ഇത് കാണിച്ചു തരാം. ഇതട്ടോ, നിങ്ങള് നോക്കിക്കോളിയേ. ഭക്ഷണം ഇല്ലാതെ ചില ആൾക്കാരൊക്കെ വളരെ പ്രയാസപ്പെട്ട് പട്ടിണി കിടന്ന് ഓരോക്കെ ബുദ്ധിമുട്ടുന്നുണ്ട്. അവിടെയാണ് ഞമ്മക്ക് പടച്ചോൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പറയുമ്പോഴേക്ക് അൽഫാമും ഷവർമയും ഷവായും പിന്നെ എല്ലാ മന്തിയും ഒക്കെ കിട്ടുന്നുണ്ട്. എന്നാ നോക്കിക്കോട്ടോ, അതാ ഒരു വീഡിയോ കണ്ടോളി നിങ്ങള്. പാവപ്പെട്ടൊരു മനുഷ്യന്റെ, അയാള് പാവം തോന്നും കേട്ടോ നമ്മൾ അയാളെ കാണുമ്പോഴേ. നോക്കിക്കോളിട്ടോ, ഒരു മിനിറ്റ്. സ്ക്രീനിൽ വന്നോ? ഇല്ല, എന്നാ ഒരു മിനിറ്റ്, അതപ്പോ വരും. കണ്ടോളിട്ടോ. അയാൾക്ക് നേരെ ഭക്ഷണമില്ല, നേരെ കൈയോണ്ട് ഭക്ഷണം കഴിക്കാനും കഴിയൂല, പ്രയാസമുള്ള ഒരു മനുഷ്യന്. അയാൾക്ക് ഭക്ഷണം ഫുള്ള് കണ്ടോളി, ഫുള്ള് കാണണേ. From those around, I hear a cry, a muffled sob, a hopeless sigh. I hear their footsteps leaving slow. അയാൾക്ക് കയ്യില്ല മക്കളെ. അയാൾക്ക് കയ്യില്ല. കൈ നേരങ്ങത്തിൽ അയാൾക്ക്, അതായത് കൈയുണ്ട്, പക്ഷെ നമ്മളെപ്പോലെ നേരെ ഭക്ഷണം കഴിക്കാറൊന്നും കഴിക്കൂല. എന്നിട്ട് നോക്കിയേക്ക, അയാള് നോക്കിയേക്ക, കഴിക്കണ നോക്കിയേക്ക്. They said each soul has its given day, when it must leave its body's core and meet with its eternal fate.
അയാൾക്ക് കൈ ഉണ്ടെങ്കിലും നേരെ എന്ത് ചെയ്യാൻ പറ്റില്ല. നോക്കിയേക്ക, അയാൾ കിടക്കണോടത്തൊക്കെ ഭക്ഷണമായി, അതുപോലും അയാൾക്ക് എടുക്കാൻ കഴിയൂല. ആ വന്ന ആള് അയാൾക്ക് വാരി കൊടുക്കണം. അയാൾക്ക് ആ ഭക്ഷണം കിട്ടിയില്ല, അയാളെ കരയാട്ടോ. സന്തോഷം കൊണ്ട് കരയാണ്, അയാൾക്ക് നല്ല ഭക്ഷണം കിട്ടിക്കാന്നുള്ളതൊക്കെ. അയാളെ കൈയടിച്ച് നമ്മളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കി കാണും, അല്ല നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ചെയ്ത് തന്നിക്കണേ അല്ലേ. നമുക്ക് ഭക്ഷണം, ഇന്ന് രാവിലെ നമുക്ക് ഭക്ഷണം കിട്ടി, നമുക്ക് സൗകര്യങ്ങൾ കിട്ടി, എല്ലാം നമുക്ക് കിട്ടണം. പക്ഷെ ഇതേപോലെ നേരെ ഭക്ഷണം കഴിക്കാനില്ലാത്ത, നല്ലൊരു ഭക്ഷണം കിട്ടാനില്ലാത്ത എത്രയോ മനുഷ്യന്മാരുണ്ട്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമുക്ക് കിട്ടണ ഭക്ഷണങ്ങളൊക്കെ തട്ടി ഒഴിവാക്കണ ചില ആൾക്കാരുണ്ട്. ഉമ്മാരോട് എനിക്ക് വേണ്ട ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് തട്ടുന്ന ആൾക്കാർ. അല്ലെങ്കിൽ കിട്ടിയാൽ തന്നെ അത് കുറച്ച് തിന്നിട്ട് ബാക്കി വെച്ചിട്ട് അവിടെ കൊണ്ടേ വേസ്റ്റിൽ കൊണ്ടേ കളയുന്ന ആൾക്കാരുണ്ട്. നമ്മളൊക്കെ ആലോചിച്ച് നോക്കണം, ഇങ്ങനത്തെ കുറേ മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. നല്ല ഭക്ഷണം ഇല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് പട്ടിണി കിടന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മളിനി ഭക്ഷണം ബാക്കിയാക്കരുത് കേട്ടോ. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഭക്ഷണം വേസ്റ്റ് ആക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയാണ്, പഠിച്ചോനെ കുറേ മനുഷ്യന്മാർ ഇവിടെ പട്ടിണി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ട അറിയോ, നമ്മളെ ഭക്ഷണം ബാക്കിയാക്കരുത്. ഭക്ഷണം ഉമ്മ കൊടുത്തു തരും, ഉമ്മ എനിക്ക് കുറച്ച് മതി, പിന്നെ വേണമെങ്കിൽ പിന്നെ മേടിക്കാം. നമുക്ക് കുറച്ച് ഇങ്ങനെ തിന്നാൽ മതി. നമ്മൾ കുറേ ഇട്ടിട്ട് പിന്നെ അവസാനം എല്ലാം ബാക്കി വെക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് വേണം, ആദ്യം എന്താ വേണ്ടേ, കൈ കഴുകണം അല്ലേ. കൈ കഴുകണ്ടേ അല്ലേ? കൈ കഴുകാം. പിന്നെന്താ പറഞ്ഞേ, ബിസ്മില്ല പറഞ്ഞിട്ട് ഏത് കൈ കൊണ്ട് തിന്ന, വലത്തെ കൈ കൊണ്ട് തിന്നണം. ഓക്കെ, അത് കഴിഞ്ഞാല് പിന്നെ നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിലോ, വലത്തെ കൈ കൊണ്ടാണോ ഇടത്തെ കൈ കൊണ്ടാണോ? വലത്തെ കൈ കൊണ്ട് തന്നെ വെള്ളം കുടിക്കണം. ചായ കുടിക്കുകയാണെങ്കിലും ചില ആൾക്കാരുണ്ട്, ചായ ഇങ്ങനെ വലത്തെ കൈ കൊണ്ട് കുടിക്കും, മറ്റേ സ്നാക്സ് ഇങ്ങനെ ഇടത്തെ കൈ കൊണ്ട് തിന്നും, പറ്റൂല. അല്ലെങ്കിൽ ഇങ്ങനെ പൊറാട്ട വലത്തെ കൈ കൊണ്ട് തിന്നും, ചായ ഇടത്തെ കൈ കൊണ്ട് കുടിക്കും, അതും പറ്റൂല. ബിരിയാണി വലത്തെ കൈ കൊണ്ട്, വെള്ളം ഇടത്തെ കൈ കൊണ്ട്, പറ്റൂല. എല്ലാം വലത്തെ കൈ കൊണ്ട് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ഓക്കെ, റെഡി? എന്നാല് ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മറന്നല്ലോ, അതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞേ? നമ്മള് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഇതൊക്കെ എന്ത് ചെയ്യണം, ഓരോ തവണ ചൊല്ലിയാലും 20 പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞു. പിന്നെ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് എന്നത് എത്ര വട്ടം? 33 തവണ. അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. അത് കഴിഞ്ഞാല് പിന്നെ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോ ആദ്യം എന്താ വേണ്ടേ, കൈ കഴുകണം. ഓക്കെ, പിന്നെ പറയണം. ഓക്കെ, പിന്നെ വലത്തെ കൈ കൊണ്ട് കടിക്കണം. പിന്നെ ഏതാ കേട്ടില്ല? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയാം അല്ലെ. അപ്പൊ വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ് അതൊക്കെ. ഇനി മുതലേ ചെയ്യൂലേ? എന്നാ കുറച്ചും കൂടി വെള്ളം കുടിക്കട്ടെ, കുറച്ചും കൂടി വെള്ളം കുടിക്കട്ടെ. അല്ല, ഇപ്പൊ ബിസ്മില്ല ചൊല്ലണോ? നേരത്തെ ബിസ്മില്ല ചൊല്ലിയില്ലേ, അതുപോരെ? നമ്മൾ ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ ഓരോന്ന് ചൊല്ലുമ്പോഴും ബിസ്മില്ല വേണ്ട, തിന്നുമ്പോഴും ബിസ്മില്ല വേണ്ട. എന്നാൽ നമ്മൾ ആദ്യം ചോറ് തിന്നു, പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അപ്പൊ ബിസ്മില്ല പറയണം. ഓക്കെ, ഇപ്പൊ നമ്മള് ഭക്ഷണം കുറച്ച് കഴിഞ്ഞു, നമ്മളതിന്റെ ഇടയിൽ കണ്ട് ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെടോ.
വെള്ളം കുടിച്ചിട്ട് അൽഹംദുലില്ലാ പറയണ്ടേ? വേണേ, അതാ ഞാൻ പറയണേ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാഹി الذي أطعمني هذا الطعام ورزقني من غير حول. അത്രയും വലിയതാണ്, മനസ്സിലാവുണ്ടോ? ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഭക്ഷണം കഴിച്ചാല് ചെയ്യേണ്ടത്. മനസ്സിലായല്ലേ? റെഡി. എന്നാ നമ്മളൊരു കാര്യം ചെയ്യാം. ഞാനേ പോയിട്ടൊന്ന് കുറച്ചേരം ഉറങ്ങട്ടെ, നല്ല ഉറക്കം വരുന്നു. ഉറങ്ങട്ടെ. ഉറക്കം നമുക്ക് അടുത്ത ക്ലാസ്സിലാണ്. അടുത്ത ക്ലാസ്സിൽ ഉറക്കവും ഉറക്കത്തിന്റെ പ്രാർത്ഥനകളും പറഞ്ഞുതരും. ഓക്കെ, റെഡി? എന്നാല് ഇന്ന് നമ്മൾ വേറൊരു കാര്യം കൂടി പറയണം. നമുക്ക് എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ്, ഒരു ദിക്റാണ് ബിസ്മില്ലാ എന്ന് പറയുന്ന പ്രാർത്ഥന. അറിയില്ലേ ബിസ്മില്ലാ? അറിയില്ലേ? എപ്പോഴൊക്കെയാണ് നമ്മൾ ബിസ്മില്ലാ പറയണ്ടേ? എന്ത് കാര്യം തുടങ്ങുമ്പോഴും അതിന്റെ നല്ല കാര്യമാണെങ്കിൽ എന്ത് ചെയ്യണം? ബിസ്മില്ലാ എന്ന് പറയണം. നല്ല കാര്യമാണെങ്കിൽ മാത്രം. നുണ അറിയുമ്പോ ബിസ്മില്ലാ പറഞ്ഞിട്ട് നുണ പറയാൻ പറ്റുമോ? ഇല്ല ഇല്ലേ? മറ്റേ തല്ലാണ്, നമ്മൾ തല്ലാൻ വേണ്ടി പോക ബിസ്മില്ലാ ഇല്ല, അത് മോശം കാര്യമാണ് അല്ലേ? വേറൊരാളെ തല്ലൂടുക എന്നുള്ളതും പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ മോശം സ്വഭാവമാണ്. നിങ്ങൾ തല്ലൂടാറുണ്ടോ? നിങ്ങള് ജ്യേഷ്ഠനാനിയനൊക്കെ? നിങ്ങളോ? നിങ്ങള് തല്ലൂടോ? നമ്മുടെ മനുഷ്യന്മാരാടോ നിങ്ങള് ഒപ്പ തല്ലൂടത്രേ. അങ്ങനെ തല്ലൂടല് നല്ല സ്വഭാവ? ഞാൻ ഒരു കാര്യം ചോദിക്കാം, അങ്ങനെ തല്ലൂടല് നല്ല സ്വഭാവമാണോ അല്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ നിങ്ങളെ അമ്മി ഇപ്പിയും തമ്മിൽ തല്ലൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം അത്? നല്ല രസമുണ്ട്, തലമണ്ട കടിച്ചു ഇങ്ങനെ ആട്ടിട്ട് നിങ്ങൾ പറയോ? ഇല്ല. അങ്ങനെ ഇമ്മി ഇപ്പി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ നമുക്ക് ഭയങ്കര വിഷമാകൂലേ? വിഷമാകൂല്ലേ? വിഷമുണ്ടാകൂല്ലേ? വിഷമുണ്ടാകും. എന്നാല് അതേപോലെ നമ്മള് തല്ലൂടുമ്പോ ഉമ്മാക്കും വിഷമ. ഉമ്മ എപ്പോഴെങ്കിലും പറയണ തല്ലൂടെടാ, നല്ല തല്ലൂട്, ഓന്റെ തല അടിച്ചു പൊട്ടിക്ക് പറയോ? ഉമ്മാക്ക് ഭയങ്കര സങ്കടം. ഉമ്മ പറയും എന്താണ് എന്റെ റബ്ബേ, എന്താ തെറ്റാണ് ഇങ്ങനെ തല്ലൂടൊക്കെ പറ, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും അല്ലേ? എന്നാലും ഞങ്ങള് ഒരു കാര്യം തീരുമാനിക്കണം. ഉമ്മയും ഉപ്പയും തല്ലിവിടുമ്പോ നമ്മള് ഉമ്മാനോട് ഉപ്പാനോട് അങ്ങനെ ചെയ്യാൻ പറ്റൂല എന്ന് പറയാൻ വേണ്ടേ? അതെ. ഒരു തല്ലൂടാൻ പറ്റൂല. ഓരങ്ങനെ തല്ലൂടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം. നമ്മൾ പറയണം നിങ്ങൾ തല്ലൂടല്ലേ, നിങ്ങൾ രണ്ടാളും അടങ്ങിയിരിക്കും അല്ലെ? അത് പറയണമെങ്കിൽ നമ്മൾ തല്ലൂടാൻ പറ്റൂല. നമ്മളും ജ്യേഷ്ഠനും അനിയനും തമ്മിൽ എപ്പോഴും അടി, എന്നിട്ട് നമ്മളും ഉമ്മാനോട് വന്നിട്ട് ഉമ്മ നിങ്ങൾ തല്ലൂടണ്ട, നമ്മ തലമണ്ടക്കം തരും. ഇത് എപ്പോഴും തല്ലൂടാ, എന്നിട്ട് ഇന്നോട് തല്ലൂടണ്ട എന്നറിയാം. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ തല്ലൂടാൻ പറ്റുമോ? ഉറപ്പല്ലേ? എല്ലാരും പറയണം തല്ലൂടാൻ പറ്റുമല്ലോ. ഉറപ്പല്ലേ? തല്ലൂടല്ലോ. തല്ലൂടുന്ന ആൾക്കാർ ചീത്ത കുട്ടികളാ, തല്ലൂടുന്നവര് നല്ല കുട്ടികളല്ല. നമ്മളിങ്ങനെ റോട്ട് കൂടി പോകുമ്പോഴേ ഒരാൾ മറ്റൊരാളെങ്ങനെ പിടിച്ച് തല്ലുക, ഓനെ ഇടിച്ചുക, അത് കാണുമ്പോ നമ്മളെന്താ ചെയ്യാ? നല്ല രസമുണ്ടെന്ന് പറയാ, പഠിച്ചോനെ അവിടെ ഉണ്ട് അടി നടക്കണു, എന്താണ് ആ മനുഷ്യന്മാരെ കാര്യം എന്നൊക്കെ പറയാം നമ്മൾ അല്ലേ? എന്നാലും നമ്മളെ വീട്ടിൽ നമ്മൾ തല്ലൂടാൻ പറ്റുമോ? ജയാനോ പറ്റുമോ? തല്ലൂടാൻ പറ്റുമോ? പറ്റൂല അല്ലേ? നമ്മള് തല്ലൂടരുത് കേട്ടോ, ആരോടും തല്ലൂടാൻ പാടില്ല കേട്ടോ. ഒരാളോട് നമ്മൾ എന്ത് ചെയ്യരുത്? തല്ലൂടരുത്. ഓക്കെ. അപ്പൊ എന്നാലും ഒരു കാര്യം നമ്മൾ പറഞ്ഞ വിഷയത്തിൽ വരാം. ഈ ബിസ്മില്ലാ എന്ന് പറയണ കാര്യം നമ്മൾ പറഞ്ഞേ, ബിസ്മില്ലാ എന്നാണല്ലോ ഇപ്പൊ നമ്മള് പറഞ്ഞേ. ഈ ബിസ്മില്ല പറയേണ്ട സന്ദർഭങ്ങൾ ഒന്നിപ്പോ ഏതായിരുന്നു? നമ്മള് ഭക്ഷണം കഴിക്കുമ്പോ എന്ത് ചെയ്യണം? ബിസ്മില്ല ചൊല്ലണം. വേറെ എന്ത് പറയുമ്പോഴാ ബിസ്മില്ല പറയാ? വെള്ളം കുടിക്കുമ്പോ. ഓക്കെ, ഗുഡ്. വെള്ളം കുടിക്കുമ്പോ ബിസ്മില്ല പറയണം. പിന്നെ ഏതാ? എന്തൊക്കെയാന്ന് പറയാം, എന്തൊക്കെ നല്ല കാര്യങ്ങൾ അത് പറയും. പഠിക്കുമ്പോ നമ്മള് ബിസ്മില്ല എന്ന് പറയണം. പിന്നെ ഉമ്മ നമ്മളോട് കാര്യം പറയണം, ആ പാത്രം ഒന്ന് കഴുകുമെന്ന് പറയുമ്പോ അത് നല്ല കാര്യമാണല്ലോ, നമ്മൾ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാണ്. അപ്പൊ ബിസ്മില്ല.
നമ്മളോട് അടിച്ചു വരാൻ വേണ്ടി പറഞ്ഞു ബിസ്മില്ല തുടങ്ങിയിട്ട് ഇങ്ങനെ അടിച്ചു വരാം അല്ലേ? ആ കളി തുടങ്ങുമ്പോ കളി തുടങ്ങുമ്പോ ബിസ്മില്ല. എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും എന്താണ് വീട്ടിന്റെ ഉള്ളിൽ കയറുമ്പോ വീടിന്റെ ഉള്ളിൽ കയറുമ്പോ അടിപൊളി അടിപൊളി ബിസ്മില്ല. അതെ, വീട്ടിൽ കയറുമ്പോ നമ്മൾ ബിസ്മില്ല പറയണം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബിസ്മില്ല പറയണം, വണ്ടിയിൽ കയറുമ്പോ ബിസ്മില്ല പറയണം, വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ ബിസ്മില്ല പറയണം അല്ലേ? ഓക്കെ, പിന്നെ ഏതാണ് ബിസ്മില്ല പറയണ്ടേ? ഡ്രസ് ഇടുമ്പോ. യെസ്, അടിപൊളി അടിപൊളി. നമ്മള് ഡ്രസ് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം? ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് ഡ്രസ് ഇടണ്ടേ? പിന്നെ പിന്നെ കണ്ണാടി നോക്കുമ്പോ കണ്ണാടിയിൽ നോക്കുമ്പോ നല്ലൊരു കാര്യമാണ്. ചിലപ്പോ നമ്മളെ കണ്ടാ നമ്മക്ക് തന്നെ പേടിയാവും. എങ്ങനെ? കേട്ടില്ല. ഓളെടുക്കുമ്പോ ബിസ്മില്ല. ഓക്കെ, എന്താ നസ്മ എന്താ പറഞ്ഞേ? ചെരുപ്പിടുമ്പോ. ഗുഡ് ഗുഡ് ഗുഡ്. ചെരുപ്പിടുമ്പോ ബിസ്മില്ല പറയണം. പിന്നെ പല്ല് വെക്കുമ്പോ ബിസ്മില്ല പറയണം അല്ലെ? നല്ലതാണ്, നല്ല കാര്യമാണ് ബിസ്മില്ല. എന്താണ്? എന്തിന് കേട്ടില്ല. ഖുർആൻ പാരായണം ചെയ്യുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലേ? ഓക്കെ, ഒരു മിനിറ്റ്. ഉസൈർ എന്തോ പറയണ്ട. എന്താ ഉസൈർ മോനു? ഉറങ്ങാൻ പോകുമ്പോ. അതെ, ഉറങ്ങാൻ പോകുമ്പോ അല്ലേ? ഓക്കെ, അന്ന് നമ്മള് ബിസ്മില്ല എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാ? ബിസ്മില്ല. ഫോൺ എടുക്കുമ്പോ ബിസ്മില്ല, ഫോൺ വെക്കുമ്പോ ബിസ്മില്ല അല്ലെ? പുസ്തകം എടുക്കുമ്പോ ബിസ്മില്ല, പുസ്തകം വെക്കുമ്പോ ബിസ്മില്ല അല്ലെ? എല്ലാത്തിലും ബിസ്മില്ല. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ, എന്തൊക്കെ പറഞ്ഞു ഒന്നുകൂടി പറയുന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? സുബ്ഹാനല്ലാഹ് പറഞ്ഞ എത്ര പുണ്യം കിട്ടും? അൽഹംദുലില്ലാഹ് പറഞ്ഞ എത്ര? അല്ലാഹു അക്ബർ പറഞ്ഞാൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ 20. എന്താണ്? നമുക്ക് 20 പ്രതിഫലം കിട്ടുന്നതാണ്. പിന്നെ നമ്മള് നിസ്കാരം കഴിഞ്ഞാൽ വേഗം നീച്ചു പോകാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം? നമ്മൾ ചൊല്ലണം. സുബ്ഹാനല്ലാഹ് എത്ര വട്ടം ചൊല്ലണം? 33. അൽഹംദുലില്ലാഹ് എത്ര വട്ടം ചൊല്ലണം? 33. അല്ലാഹു അക്ബർ എത്ര വട്ടം? 33. ഇന്ന് മുതൽ ചൊല്ലൂലേ? ഞാൻ ഒരു കാര്യം പറ്റ മറന്നു. ഒരു മിനിറ്റ്. അതെ, നമ്മള് പിന്നെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റാറൊക്കെ വരച്ചിട്ട് അയിമേ ഷെയ്ഡ് ചെയ്യണം എന്നൊക്കെ, കളർ ചെയ്യണം എന്നൊക്കെ പറയുന്നു. ചെയ്യുന്നുണ്ടോ? എല്ലാരും ചെയ്യണില്ലേ? വരച്ചിക്കണ് അതാടെ മുഹമ്മദ് ബിൻ സൽമാൻ. അടിപൊളി, സൂപ്പർ. ഓക്കെ. പിന്നെ ആരെങ്കിലും വരക്കണ്ടോ? അതാ ഫൈഹാന്റെ അടിപൊളി. ഫൈഹ സൂപ്പർ. ബിലാലിന്റെ അടിപൊളി വരച്ചിക്കണതാ. നമ്മള് ശനിയാഴ്ച മുതൽ പറഞ്ഞതാണ്. ശനി ഞായർ, ഇന്നിപ്പോ തിങ്കളായി. നേരെ വരച്ചോളിയല്ല, ഞാൻ നോക്കുന്നുണ്ട്. നേരെ നോക്കണം കേട്ടോ എല്ലാരും. ആയിഷന്റെ ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പോ അത് നോക്കണം. പിന്നെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? പിന്നെന്താ പറഞ്ഞേ? ഷെയാന്റെ അടിപൊളി സ്റ്റാർ. ഫാത്തിമ റഹീം സൂപ്പർ. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? പിന്നെന്തൊക്കെയാ നമ്മള് പറഞ്ഞേ? ഇന്ന് എന്തൊക്കെ പറയടോ? ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഏതാ? നമ്മള് ഭക്ഷണം കഴിക്കുമ്പോ എന്താ വേണ്ടേ? ആദ്യം കൈ കഴുകുക, പിന്നെ ബിസ്മില്ല അല്ലെ? പിന്നെ വലത്തേ കൈ കൊണ്ട് കഴിക്കുക. പിന്നെ
ഓക്കെ. പിന്നെ ഭക്ഷണം കഴിച്ചാൽ എന്താ പറയണ്ടേ? അൽഹംദുലില്ലാ. ഓക്കെ. വെള്ളം കുടിക്കുകയാണെങ്കിൽ ഏത് കൈ കൊണ്ടാ കുടിക്കുക? വലത്തെ കൈ കൊണ്ട്. എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ബിസ്മില്ലാ. അവിടെ ആരോ തല്ലുവിടുന്നുണ്ടല്ലോ. അവിടെ ആരോ തല്ലുവിടുന്നുണ്ട്. ആരൊക്കെയോ തല്ലുവിടുന്നുണ്ട്. നേരെ കാണുന്നുണ്ട് ഇവിടുന്ന്. ഇവിടെ ഐമൻ മെഹദി പറഞ്ഞ കേൾക്കണില്ലല്ലോ. പറയൂ. മൈക്കോണാക്ക്. ഐമന് പറഞ്ഞോളൂ. ആ ഓക്കെ. അപ്പൊ എന്നാ ബാക്കി കാര്യങ്ങൾ ഇന്നത്തെ വർക്ക് പറഞ്ഞ അല്ലാ അത് പറഞ്ഞിട്ടില്ല. വർക്ക് എന്താന്നറിയോ? നമ്മള് ഇന്ന് ഒരു വീഡിയോ ആണ് ചെയ്യണേ. നമ്മളെ മുന്നിൽ എന്ത് ചെയ്യാ? വെള്ളമോ ഭക്ഷണമോ എന്തെങ്കിലും വെക്കുക. എന്നിട്ട് ആദ്യം പോയിട്ട് കൈ കഴുകി വരിക. എന്നിട്ട് നേരെ ബിസ്മില്ല പറഞ്ഞ് ഭക്ഷണം കഴിക്കുക. എന്നിട്ട് വെള്ളം കുടിക്കുമ്പോഴും വലത്തേത് കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. വളരെ ചെറിയ ഒരു കാര്യമാണ്. നമ്മളത് വീഡിയോ ആക്കി ചെയ്യണം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ. വീഡിയോ ഉമ്മാനോട് എടുത്തുതരാൻ വേണ്ടി പറയണം കേട്ടോ. ഇത് വീഡിയോ എടുക്കാനാ? ആ അതെ. നിങ്ങൾ എന്തൊക്കെ തിന്നുന്നുണ്ട് എനിക്ക് തരാതെ നോക്കട്ടെ. നമുക്ക് തരാതെ തിന്നുന്നുണ്ടെങ്കിൽ ഞാൻ കാഴ്ചരാ. ഞാൻ നല്ല വെള്ളം ഇറക്കിയിട്ട് നിങ്ങളെ വയറ് കേടെടുത്തോളൂ. ആഹാ. ഓക്കെ. എന്നാ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോ ഓക്കെ, ടാറ്റാ, ബൈ, അസ്സലാമലൈക്കും. ഓക്കെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.